നമ്മുടെ സഞ്ജു സാംസൺ കളിക്കുന്ന രാജസ്ഥാൻ റോയൽസ് 13 വയസ്സുള്ള ഒരു പയ്യനെ 1,10,00,000 രൂപയ്ക്ക് IPL ഓപ്ഷനിൽ സ്വന്തമാക്കി. പയ്യൻ്റെ പേര് വൈഭവ് സൂര്യവംശി. ഇയാൾ ആരാണ്, ഇയാളുടെ പ്രത്യേകത എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോണത്. കൂടെ ഇയാളുടെ കുറച്ച് മനോഹരമായിട്ടുള്ള ഷോട്ടുകളും കാണാം. 2011 MS ധോണി അടിച്ച 6 നമുക്ക് കിട്ടിയ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്തായിരുന്നു ഈ പയ്യൻ ജനിച്ചത്. കൃത്യമായിട്ട് പറഞ്ഞാൽ മാർച്ച് 27. ആ മാർച്ച് 30 ഇന്ത്യ പാകിസ്ഥാനെ പൊട്ടിച്ചത്. ഈ സമയത്ത് ജനിച്ച പയ്യന്മാരൊക്കെ ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കണമായിരിക്കും. വൈഭവ് സൂര്യവംശി ഒരു ഇടം കയ്യൻ ബാറ്റ്സ്മാനാണ്. ഇദ്ദേഹം ഫസ്റ്റ് ക്ലാസ്സിൽ രഞ്ജി ട്രോഫിയിൽ 2024 ബീഹാറിന് വേണ്ടി കളിച്ചതാണ്. അപ്പോഴദ്ദേഹത്തിൻ്റെ പ്രായം 12 വയസ്സ്. ബാറ്റ്സ്മാൻ ആണെങ്കിലും സ്പിൻ ബോളൊക്കെ ചെയ്യും. 9 വയസ്സ് മുതലേ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. അച്ഛനാണ് ഗുരു. രഞ്ജി ട്രോഫി കളിച്ചവരിൽ പ്രായം കുറഞ്ഞതിൽ 4ാം സ്ഥാനത്താണ് നമ്മുടെ വൈഭവ് ഉള്ളത്. യുവരാജ് സിംഗ് കളിച്ചപ്പം 15 വയസ്സായിരുന്നു. 2023 ഇന്ത്യൻ ബി ടീമിൽ അണ്ടർ 19 അവൻ കളിച്ചിട്ടുണ്ട്. അതിൽ 6 കളിയിൽ നിന്ന് 177 റണ്ണ് എടുക്കുകയും 2 ഹാഫ് സെഞ്ചുറി അടിക്കുകയും ചെയ്തു. പയ്യൻ ഞെട്ടിച്ചത് ഇതിലൊന്നുമല്ല, ഈ സെപ്റ്റംബറിൽ ഓസ്ട്രേലിയക്കെതിരെ അണ്ടർ 19 ഇദ്ദേഹം അരങ്ങേറ്റം കുറിച്ച് 58 ബോളിൽ നിന്ന് സെഞ്ചുറി അടിച്ചു. അത് ഇന്ത്യയുടെ അണ്ടർ 19 എക്കാലത്തെയും വേഗതയാർന്ന സെഞ്ചുറി ആയിരുന്നു. 104 റൺ എടുത്ത് റണ്ണൗട്ടായി. അതിൽ 14 ബൗണ്ടറിയും 4 സിക്സും ഉൾപ്പെട്ടിട്ടുണ്ട്. ലോകത്താകമാനം എടുത്താൽ അണ്ടർ 19 ഫാസ്റ്റസ്റ്റ് സെഞ്ചുറിയിലെ 2ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം നമ്മുടെ മോയിൻ അലിക്കാണ്. ഇനി IPL ചരിത്രം എടുത്താലും ഏറ്റവും പ്രായം കുറഞ്ഞ ക്രിക്കറ്റർ വൈഭവ് സൂര്യവംശി തന്നെയാണ്. ഡൽഹി ക്യാപിറ്റലുമായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്താണ് രാജസ്ഥാൻ 1,10,00,000 രൂപയ്ക്ക് വൈഭവിനെ സ്വന്തമാക്കിയത്. 4 വയസ്സ് മുതൽ ക്രിക്കറ്റിൻ്റെ ലക്ഷണങ്ങൾ കണ്ട് മനസ്സിലാക്കിയ വൈഭവിൻ്റെ അച്ഛൻ തൻ്റെ വീടിൻ്റെ പുറകിൽ ഒരു ചെറിയൊരു പ്ലേയിങ് ഏരിയ അവന് വേണ്ടി സെറ്റ് ചെയ്തു. 9 വയസ്സായപ്പം വീടിനടുത്തുള്ള സമസ്തിപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിക്കറ്റ് അക്കാഡമിയിൽ പഠിക്കാനും വിട്ടു. 2.5 വർഷം അവിടെ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം വിജയ് മർച്ചൻ്റ് ട്രോഫിയിൽ അണ്ടർ 16 ട്രയൽസ് കളിച്ചു. പഴയ രഞ്ജി ട്രോഫി പ്ലെയറായ മഹേഷ് ഓജയായിരുന്നു ആ സമയത്തുള്ള ഗുരു. 12 വയസ്സുള്ളപ്പോൾ വിനു മങ്കദ് ട്രോഫിയിൽ 5 കളിയിൽ നിന്ന് 400 റൺസാണ് ചെറുക്ക അടിച്ചു കൂട്ടിയത്. അതേ പ്രായത്തിൽ തന്നെ ബീഹാറിന് വേണ്ടിയും കളിച്ചു. അണ്ടർ 19 ക്വാഡ്രാങ്കുലർ സീരീസിൽ ഇന്ത്യൻ ബി ടീമിൽ അയാൾ അംഗമായിരുന്നു. ബംഗ്ലാദേശിനും ഇംഗ്ലണ്ടിനും ഒക്കെ എതിരെയുള്ള അണ്ടർ 19 ഇന്ത്യൻ എ സ്ക്വാഡിൽ പുള്ളി ഉണ്ടായിരുന്നു. ഇന്ത്യൻ എ ടീമിന് വേണ്ടി കളിച്ചപ്പോൾ 41 റൺസ് ഇംഗ്ലണ്ടിനെതിരെ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 2011 വേൾഡ് കപ്പിന് ശേഷമാണ് അദ്ദേഹം ജനിച്ചതെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് വ്യക്തമല്ല. എന്നിരുന്നാലും ഗൂഗിൾ വിവരങ്ങൾ പ്രകാരം 2011 വേൾഡ് കപ്പ് സമയത്താണ് വൈഭവ് ജനിച്ചതെന്ന്. എന്തായാലും വരുന്ന IPL ഒരു അട്രാക്റ്റീവ് എലമെൻറ്റ് പുള്ളിയുടെ പെർഫോമൻസ് തന്നെയായിരിക്കാം. ഇവൻ്റെ ബാറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ 13 വയസ്സുള്ള ഒരു ചെറുക്കനാണ് നിന്ന് ഈ ഷോട്ടൊക്കെ കളിക്കണമെന്ന് ആരും വിശ്വസിക്കില്ല. നമ്മുടെ സഞ്ജു സാംസണൊപ്പം നല്ല രീതിയിലുള്ള ഒരു ഇന്നിങ്സ് കെട്ടിപ്പടുക്കാൻ, നല്ലൊരു കരിയർ ഉണ്ടാക്കാനും പുള്ളിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.